ഇൻസ്പെക്ടർ ഡയറിയിൽ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് പറഞ്ഞ സെക്ഷനിൽ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്. അതായത് നമ്മുടെ ഏതൊരു ഇലക്ട്രിക്കൽ പാനൽ എടുത്താലും നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് കാണാം. അവിടുത്തെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി, അതായത് ഹൈ കറണ്ട് ആയിട്ടുള്ള വരുന്നതിന് ഡയറക്റ്റ് ഒരു മീറ്റർ കൂടി കടത്തി വിടാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു കറണ്ട് ട്രാൻസ്ഫോമർ വഴിയാണ് മെഷർമെൻറ്റ്സ് സാധ്യമാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ 3 തരം ഇവിടെ തരംതിരിച്ചേക്കുന്നതാണ്. മെഷറിങ്ങിന് വേണ്ടി മാത്രമല്ല, കറണ്ട് ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള റിലേ ആയിട്ടൊക്കെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള റിലേ ആയിട്ടുള്ള ബന്ധിപ്പിച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്പെഷ്യൽ പ്രൊട്ടക്ഷനും അതിൽപ്പെടുന്ന ഒരു ഗണമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രൈമറി സൈഡിൽ, ഇതിൻ്റെ പ്രൈമറി സൈഡ് ഹൈ കറണ്ട് റീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളതാണ്. അതിൽ നിന്ന് അത് സെക്കൻഡറി സൈഡിലേക്ക് ആക്കുമ്പോൾ അത് ചെറിയൊരു ആംബിയറായിട്ട് മാറുന്നു. അതായത് ഹൈ കറണ്ട് സൈഡിനെ പ്രൈമറി സൈഡ്, ഇതിൻ്റെ പ്രൈമറി സൈഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിലൂടെ നമ്മളിപ്പോൾ ഒരു കേബിളിൻ്റെ ആണെങ്കിൽ കേബിളിൻ്റെ അകത്ത് കൂടി, ഇത് കേബിളിൻ്റെ ഒരു 3 ഫേസ് കേബിളാണെങ്കിൽ അതിൻ്റെ റെഡ് സർക്യൂട്ട്, യെല്ലോ സർക്യൂട്ട്, ബ്ലൂ സർക്യൂട്ട്, അതിൻ്റെ ഓരോ സർക്യൂട്ടിൻ്റെ മെയിൻ വയർ ഇതിൻ്റെ അകത്ത് കൂടി ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഒരു CT ത്രൂ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതുവഴി ഇതിലുണ്ടാവുന്ന, അതായത് നമ്മുടെ ഒറിജിനൽ പവർ കേബിളിൽ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ പ്രകാരം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ വരുത്തുന്ന കറണ്ട് ഒരു ഹൈ കറണ്ട് ആയിരിക്കും. അതിനെ ചെറുതാക്കി ഒരു 5 ആംബിയറൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീറ്ററുകൾക്ക് റീഡ് ചെയ്യാനുള്ള രീതിയിലാക്കുന്ന പരിപാടിയാണ് കറണ്ട് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പോൾ മെഷറിംഗ് പർപ്പസിൽ തന്നെ നമുക്ക് അക്യുറസി കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. 0.1, 0.2, 0.5, 1 and 3 എന്നൊക്കെ എഴുതിയേക്കണേ അതിൻ്റെ അക്യുറസി എത്രത്തോളം അക്യുറേറ്റ് ആണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രൊട്ടക്ഷൻ CTയുടെ അകത്താണെങ്കിലും പ്രൊട്ടക്ഷൻ കറണ്ട് ട്രാൻസ്ഫോമറിലാണെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേസാണ്. റിലേ എന്ന് പറഞ്ഞൊരു വേറൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ റിലേ ആണ് നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതിലാണ് നമ്മൾ എത്രയിൽ ട്രിപ്പ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് ലെവൽ ഹൈ കറണ്ടൊക്കെ വരുമ്പോൾ അത് റിലേക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരാളാണിത്. അപ്പോൾ ഇവനാണ് ഫീൽഡിൽ കയറി കളിക്കുന്നതും റിലേ അവിടെ ഒരു സൂപ്പർവൈസറെ പോലെ പുറത്ത് നിന്ന് ഇവനിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മെയിൻ പണിയെടുക്കുന്ന ആൾ ഇവനാണ്. ഇവന് മാത്രമല്ല, റിലേയും ഇവനും തമ്മിൽ കണക്ഷനുള്ളൂ. അപ്പോൾ ഇവൻ ഒരു 600 വോൾട്ട് ആ റേഞ്ചിലുള്ള ഇൻസുലേഷൻ അവന് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി എന്നാൽ അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിലേ ഉപയോഗിക്കുന്ന ഭയങ്കര ഹൈ വോൾട്ടേജ് ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഈ റിലേ ബന്ധമുള്ളത് ആകെ നമ്മുടെ CT ആയതുകൊണ്ട് നമുക്കധികം ഇൻസുലേഷൻ കൊടുക്കേണ്ടി വരില്ല. 600 വോൾട്ട് റേഞ്ചിൽ ഇൻസുലേഷൻ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിലുള്ള ലോഡ് കറണ്ടിൻ്റെ ഒരു കേസ് ചോദിക്കുന്നുണ്ട്. എത്രത്തോളം കറണ്ട് ഇതിൻ്റെ കൂടി കടത്തിവിടാം, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ലോഡ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ എത്രയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ ബർഡൻ എന്നാണ് വിളിക്കുന്നത്. അത് VA എന്നുള്ള യൂണിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ട്രാൻസ്ഫോമർ KVAയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതേ സംഭവം തന്നെയാണ്. ഇതിൽ K എന്ന് പറഞ്ഞാൽ കിലോ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. 1000 വെച്ച് ഗുണിക്കണം. ഇതിൽ അതില്ല, VA മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇമ്പഡൻസ് ഓംസിലും പറയാറുണ്ട്. ഈ ബർഡൻ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ബർഡൻസ് അതിന് ടോട്ടൽ എത്ര സാധനം അതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത്. എത്ര റെസിസ്റ്റൻസ് ഉള്ള സാധനം അതിൽ കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ വയറിങ് എന്ന പാർട്ട്, പിന്നെ കണക്റ്റേഴ്സ് വരും. പിന്നെ ബാക്കിയുള്ള മെഷറിംഗ് ഡിവൈസ് എന്തൊക്കെയാണോ, വോൾട്ട്മീറ്ററോ മീറ്ററോ ഡിജിറ്റൽ മീറ്ററോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നമുക്കറിയണം. അപ്പോൾ VAയിലാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറ്. അത് ഓംസായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പലതരം CTകൾ ശരിക്കും ഉണ്ട്. ലോ ബർഡൻ, മീഡിയം ബർഡൻ, ഹൈ ബർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോ ബർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡിജിറ്റൽ മീറ്ററിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ലോ ഇമ്പഡൻസ് അല്ലെങ്കിൽ ലോ ബർഡൻ ആയിരിക്കും. അപ്പോൾ അതിലൊരു 0.5 VA ഒക്കെയാണ് ശരിക്കും വരുള്ളൂ അതിൻ്റെ അത്. അപ്പോൾ അതായത് 0.1 ഓംസൊക്കെ ആയിരിക്കും നമ്മുടെ കണക്ട് ചെയ്യുന്ന മീറ്ററിൻ്റെയൊക്കെ റെസിസ്റ്റൻസ്. മീഡിയം ബർഡൻ വരുമ്പോൾ അനലോഗ് മീറ്ററിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. 1 ഓമോ അല്ലെങ്കിൽ 5 VAയുടെ സാധനം ഉപയോഗിക്കണം.
ഹൈ ബട്ടൺ ആകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ഡിവൈസ് അതിൽ കണക്റ്റ് ആയിട്ടുണ്ടാവും, പല റിലേസോ എന്തെങ്കിലും കണക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് 50 വിയുടെ വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഹൈ ഒക്കെ ആകുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ 10 ഓംസിലും പറയാം, വിയിലും പറയാം. പിന്നെ വളരെ ഹൈ ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ ലീഡ്സ് ഉള്ള, ഭയങ്കര ലോങ് ആയിട്ടുള്ള ലീഡുള്ള, ഇപ്പോൾ 100 മീറ്റർ ദൂരമൊക്കെയാണ് നമ്മുടെ സീറ്റ് ഇട്ടേക്കുന്നത്, എന്നിട്ട് അവിടെ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 100 വിയുടെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ആ ലീഡിൻ്റെ റെസിസ്റ്റൻസും കൂടി ഇതിൽ ആഡ് ആകും. ആ ഒരു കേസ് ഇൻകറക്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ സീറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ സീറ്റി അടിച്ചു പോകും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ CT റേറ്റിംഗ് 100/5 ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റേഷ്യോ ഇടാറുള്ളത്. അത് കറണ്ടിൻ്റെ ടേംസിലാണ്. പൊതുവേ നമ്മൾ ട്രാൻസ്ഫോമർ വോൾട്ടേജിൻ്റെ റേഷ്യോയിലാണ് പറയാറെങ്കിലും, ഇപ്പോൾ 11 kV/433 അങ്ങനെയൊക്കെ പറയാറെങ്കിലും, ഈ കേസിൽ നമ്മൾ കറണ്ടിൻ്റെ ടേംസിലാണ് പറയാം. 100 ആംപിയർ പ്രൈമറി, 5 ആംപിയർ സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഇതിലാണ് നമ്മുടെ ഡിജിറ്റൽ മീറ്റേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ മീറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് കിട്ടും, അതിൻ്റെ കാറ്റലോഗ്സിൽ നിന്ന് കിട്ടും. എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, നമ്മൾ കണക്ട് ചെയ്യുന്ന സാധനത്തിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഡിജിറ്റൽ മീറ്റർ ആണ് ഈ വൈൻഡിങ് ആയിട്ട് കണക്ട് ആവുന്നത്. അപ്പോൾ അത് 0.1 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ലീഡിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ 0 ആയിട്ട് എടുക്കാം, വേണ്ടാന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്ങിനും, അതായത് ഈ കറണ്ട് ട്രാൻസ്ഫോമർ സെക്കൻഡറി വൈൻഡിങ്ങും ഒരു ചെറിയ ഇമ്പിഡൻസ് ഉണ്ടാകും. അത് 0.1 ഓം ആണെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ സെക്കൻഡറി സൈഡിൽ എത്ര ഇമ്പിഡൻസ് ഉണ്ട്, മറ്റേ ഡിജിറ്റൽ മീറ്ററിൻ്റെ 0.1ഉം ഇതിൻ്റെ 0.1ഉം കൂടി അങ്ങനെ 0.2 ഓംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഡൻ ഇൻ വി എ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡറി കറണ്ട് എത്രയാണോ അതിൻ്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ടോട്ടൽ നമ്മുടെ ആ സർക്യൂട്ടിൽ വന്ന ബർഡൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വി എ എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതിൽ സെക്കൻഡറി സൈഡിൽ 5 ആംപിയറാണ് മാക്സിമം വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, അപ്പോൾ 25, എന്നിട്ട് അത് ഗുണനം നമ്മുടെ ടോട്ടൽ ഇമ്പിഡൻസ്, അപ്പോൾ 5 വി എന്ന് പറഞ്ഞ് കിട്ടി. മീഡിയം ബർഡനും ഇതേപോലെ തന്നെ. മീഡിയം ബർഡനിൽ നമ്മുടെ മീറ്ററിൻ്റെ ഇമ്പിഡൻസ് ഇത്തിരി കൂടുന്നു. അപ്പോൾ നേരത്തെ കേസിൽ 0.1 ആയിരുന്നെങ്കിൽ ഇതിൽ മീറ്ററിൻ്റെ ഇമ്പിഡൻസ് 1 ആയി മാറുന്ന കാണാം. ബാക്കി സെയിം പരിപാടി തന്നെ. സെക്കൻഡറി സൈഡ് 5 ആംപിയറാണ്, 5 ആംപിയർ സ്ക്വയർ ചെയ്തതിന് ശേഷം ഗുണനം ടോട്ടൽ ഇമ്പിഡൻസ്. അതായത് ആ ഒരു സെക്കൻഡറി സൈഡിലെ കോയിലിന് ഇമ്പിഡൻസ് 0.1ഉം ടോട്ടൽ ഇമ്പിഡൻസ് 1, മറ്റേ നമ്മുടെ മീറ്ററിൻ്റെ ഇമ്പിഡൻസ് 1, അങ്ങനെ 1.1 വരും. അങ്ങനെ ടോട്ടൽ അത് മൾട്ടിപ്ലൈ ചെയ്യും. ഹൈ ബർഡൻ വരുമ്പോഴത്തേക്കും നമ്മുടെ റിലേയുടെ ഇമ്പിഡൻസും ഇതിലൊക്കെ ആഡായി വരുന്നുണ്ട്. അതാണ് റിലേ ഇമ്പിഡൻസ് 10 ഓംസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബർഡൻ അങ്ങനെ കൂട്ടേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. സെയിം ഫോമുല തന്നെയാണ് ഇതിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. ഭയങ്കര ഹൈ ബർഡനൊക്കെ ഉള്ള കേസുകളിൽ ലീഡ് റെസിസ്റ്റൻസും കൂടി ആഡ് ആവുന്നത് കാണാം. 10 ഓംസൊക്കെ എന്തൊക്കെയാലും 10 ഓംസ് ആ റേഞ്ചൊക്കെ വെച്ച് തന്നെ ആഡ് ആവുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ടോട്ടൽ ട്രാൻസ്ഫോമറിൻ്റെ ബർഡൻ അതനുസരിച്ച് കൂടുന്നതാണ്. ഇത് കുറഞ്ഞത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനം അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇൻകറക്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഇപ്പോൾ 50 ഓംസിൻ്റെയൊക്കെ ഡിവൈസൊക്കെ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഓടില്ല. സാധനം എക്സസീവ് കണ്ടോ, 1252 വി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സെയിം കാൽക്കുലേഷൻ അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സൈഡിൽ വൈൻഡിങ്ങിൻ്റെ ഇമ്പിഡൻസ് വരും 0.1 വരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന മീറ്റർ എന്താണോ, റിലേ എന്താണോ, അതിൻ്റെ ഇമ്പിഡൻസ് ആണ് ഇപ്പോൾ ഇതിൽ 50 ഓം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 50.1 ആണ് ടോട്ടൽ അവിടുത്തെ വി. അപ്പോൾ നമ്മൾ ബർഡൻ ഇൻ വി എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ സെക്കൻഡറി സൈഡിൽ കറണ്ട് 5 ആംപിയർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു നമ്മുടെ ആ സൈഡിലെ ഇമ്പിഡൻസ് 50.1. അപ്പോൾ നമുക്കൊരു വലിയൊരു ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും കണക്ട് ചെയ്തിരുന്നും കൂടി ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ CTയുടെ കമ്പനിയൊക്കെ അനുസരിച്ച് നമുക്ക് അതിൽ കണക്ട്, പിന്നെ അതുകൂടാതെ നമ്മൾ മേടിക്കുന്ന മീറ്ററൊക്കെ അനുസരിച്ച് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പോൾ ഇതാണ് ഒരു ബർഡൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഡയറിയിൽ ഇതിൻ്റെ ഒരു റിവേഴ്സായിട്ടുള്ളൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. റിവേഴ്സ് പ്രോസസ്സിൽ, അതായത് 5 വി ബർഡനുള്ള ഒരു ട്രാൻസ്ഫോമറിൽ 1 ആംപിയറാണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഇമ്പിഡൻസ് എത്രയാണെന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക. അതായത് 5 വി ആണ് നമ്മുടെ ട്രാൻസ്ഫോമർ. അതിൻ്റെ പ്രൈമറി സൈഡിൽ എന്ത് കറണ്ട് ആയിക്കോട്ടെ, സെക്കൻഡറി സൈഡിൽ സപ്പോസ് 1 ആംപിയറാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ അവിടുത്തെ കറണ്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 5 വി ഡിവൈഡ് ബൈ 1 ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംപിയറും കട്ടായിട്ട് നമുക്ക് 5 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടി. അതായത് സെക്കൻഡറി സൈഡിൽ 1 ആംപിയർ പോകുന്ന ടൈമിൽ അവിടുത്തെ വോൾട്ടേജ് 5 ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. അപ്പോൾ അത് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് അവിടുത്തെ 1 ആണ്. അപ്പോൾ 5 ഓംസ് ആണ് കിട്ടുന്നത്. അപ്പോൾ
അവിടുത്തെ ഇമ്പിഡൻസ് ആ ടൈമിൽ 5 ഓം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി സെയിം വി ഉള്ളൊരു ഇതിൽ 5 ആംബിയറാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കഥ കുറച്ചും കൂടി മാറും. അതിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. 5 വി ഉള്ളത് ഉള്ളൊരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡ് സൈഡിൽ 5 ആംബിയറിന് പോവുകയാണെങ്കിൽ 5 വി എ ഡിവൈഡ് ബൈ 5, അതായത് 1 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വി ബൈ ഐ ചെയ്യുമ്പോൾ 1/5 0.2 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബർഡൻ്റെ കേസ്.